Yes. So take down another question. Little different. An inclined plane. An inclined plane has an inclination. An inclined plane has an inclination. 45 degree. 45 degree. This angle is greater than the angle of repose. This angle is greater than the angle of repose for a body with that plane. This angle is greater than the angle of repose for a body with that plane. Given mu sliding equal to 1.2. Given mu sliding equal to 1.2. Calculate the acceleration. Calculate the acceleration of this body. Calculate the acceleration of this body when it slides. ഇത്രയുള്ളൂ കണക്കത്ര. ഇപ്പം നോക്കിയിരുന്നേ, തൽക്കാലം ഇപ്പോഴും തന്നെ നിങ്ങളൊന്ന് നോക്കിയിരുന്നാൽ മതി. ഒരു ബോഡിയുടെ ഒച്ച കൊടുക്കും. എത്ര കിലോ മാസം എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല, അത് മാസം തോന്നിട്ടില്ല. ആ ബോഡി ജസ്റ്റ് സ്ലൈഡ് ചെയ്യാൻ വേണ്ടുന്ന ആംഗിളല്ല ഈ തന്നേക്കുന്നത്. അതാണ് ലിറ്റിൽ ഡിഫറെൻ്റ് ആയ പ്രോബ്ലം എന്ന് പറഞ്ഞത് തുടക്കത്തിൽ. ഈ 45 ഡിഗ്രി എന്ന് പറയണത് ഗ്രേറ്റർ ദാൻ ആംഗിൾ ഓഫ് റിപ്പോസ് ആണ്. ഞാൻ തീറ്റ എന്ന് പറയുന്നതിനെ ആംഗിൾ ഓഫ് റിപ്പോസ് എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താണ് വേറെ ആംഗിളാണ്, ഇതിന് പേരിടണമല്ലോ. അത് ആംഗിൾ ഓഫ് റിപ്പോസ് അല്ല, ഞാൻ ആൽഫ എന്ന് പേരിടാം, വേറെ പേരിടാം. ആൽഫ ഈക്വൽ ടു 45 ഡിഗ്രി. കണക്കിൽ തന്നേക്കണം 45 ഏതൊരു ആംഗിളാണ്. ആ ആംഗിളിൽ ഞാൻ തീറ്റ എന്ന് പേരിടാൻ പറ്റില്ല എനിക്ക്. എന്താ കാരണം, തീറ്റ എന്ന് പേരിട്ട് കഴിഞ്ഞാൽ അത് ആംഗിൾ ഓഫ് റിപ്പോസ് എന്നുള്ളൊരു സിമ്പിളായിപ്പോയി. ആംഗിൾ ഓഫ് റിപ്പോസിൻ്റെ പ്രത്യേകത എന്താ? ജസ്റ്റ് സ്ലൈഡ്. ആംഗിൾ ഓഫ് റിപ്പോസിൽ കുറവാണ് ആംഗിളെങ്കിൽ എന്താ പ്രത്യേകത? സ്ലൈഡ് ചെയ്യില്ല, ബോഡിയുടെ വെച്ച് അവിടെ ഇരിക്കുള്ളൂ. അതാണ് നമ്മളിപ്പോൾ എക്സാമ്പിളൊക്കെ ഉണ്ട്. ഒരു ചരിഞ്ഞ പ്രതലത്തിൻ്റെ മുകളിൽ ഒരു ബോഡി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഇറങ്ങിപ്പോരുന്നില്ലെങ്കിലോ അവിടെ തന്നെ ഇരിക്കുകയാണെങ്കിലോ ആ ചരിവ് പോരാ. ജസ്റ്റ് നിരക്കാൻ മതിയായ ആംഗിളിനേക്കാൾ കുറവാണ്, അതുകൊണ്ടാണ് നിരക്കി പോരാത്തത്. 3 സാധ്യതകളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, ജസ്റ്റ് നിരങ്ങാൻ പറ്റിയ ആംഗിൾ ഓഫ് റിപ്പോസ് തീറ്റ എന്നത്. ജസ്റ്റ് നിരങ്ങാൻ വേണ്ടുന്ന ആംഗിളിനേക്കാൾ വലിയ ആംഗിൾ ആൽഫ എന്ന് വേണമെങ്കിൽ എഴുതാം. അതാണ് ഈ കണക്കിൽ തന്നെ 45. ആംഗിൾ ഓഫ് റിപ്പോസിൽ ചെറിയ ആംഗിളാണ് ആംഗിളായിട്ട് തരണമെങ്കിൽ ഒന്നും പറയണ്ടല്ലോ, പ്രോബ്ലം എളുപ്പമായി. എന്താ സ്ലൈഡ് ചെയ്യുന്നില്ല, ബോഡി ഈസ് അറ്റ് റെസ്റ്റ്. എൻ്റെ കൈ നോക്കി, പേന അതിൻ്റെ മുകളിൽ ഞാൻ വച്ചേക്കണ നോക്കി, നിരങ്ങിപ്പോരുണ്ടോ? പേന നിരങ്ങിപ്പോരുന്നുണ്ടോ? ഇല്ല. എന്താ കാരണം? ചരിച്ചല്ലേ പിടിച്ചാണ് കൈ. ഇപ്പോൾ കൈയുടെ പ്രതലം ചരിവ് പ്രതലമാണല്ലോ, പക്ഷെ പേന നിരങ്ങിപ്പോരുണ്ടോ? ഇല്ല. ഈ പേനയും കയ്യിൽ നിന്നുള്ള ഗ്രിപ്പ് നല്ല ഗ്രിപ്പുണ്ട്, നല്ല ഫ്രിക്ഷൻ ഉണ്ട്. അപ്പോൾ നിരങ്ങാൻ പറ്റിയ ആംഗിളിനേക്കാൾ കുറവ് ആംഗിളാണ്. കുറച്ചുകൂടി ഞാൻ ചരിച്ച് പിടിച്ചു കഴിഞ്ഞാൽ അത് സ്ലൈഡ് ചെയ്ത് പോരാം. അപ്പോൾ അതിൽ ഒരു സാധ്യതയാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. എന്താണ്? ആൽഫ ഈക്വൽ 45 ഡിഗ്രി വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ. അപ്പോൾ ആൽഫ ഈസ് ഗ്രേറ്റർ ദാൻ തീറ്റ. അതാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. പുതിയതായിട്ട് അഡീഷണൽ ആയിട്ട് പഠിപ്പിക്കാൻ പോകുന്നതാണ്. ആൽഫ ഈസ് ഗ്രേറ്റർ ദാൻ തീറ്റ. തീറ്റ ഈസ് ആംഗിൾ ഓഫ് റിപ്പോസ്. ആൽഫ ഈസ് സം ആംഗിൾ ഗ്രേറ്റർ ദാൻ ദി ആംഗിൾ ഓഫ് റിപ്പോസ്. ക്ലിയർ ആയല്ലോ? അപ്പം എങ്ങനെ കണക്ക് ചെയ്യും? നമ്മൾ പഠിച്ച ഫോർമുല ഏതാ? എ ഈക്വൽ ടു ജി ഇൻറ്റു സൈൻ തീറ്റ മൈനസ് മ്യൂ ഇൻറ്റു
കോസ് തീറ്റ. ഇതാണല്ലോ പഠിച്ച ഫോർമുല. ഇതിൻ്റെ ഡെറിവേഷൻ സിലബസിൽ ഉണ്ടോ എന്ന് നോക്കട്ടെ. ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഞാനത് വേണമെങ്കിൽ പഠിപ്പിക്കാം കേട്ടോ. സിലബസിൽ അത് ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു ഇത്തവണ. ഇല്ലെങ്കിൽ പിന്നെ ഈ ഫോർമുല പഠിച്ചാൽ മതി, പ്രൂഫ് പഠിക്കേണ്ട ആവശ്യം. ഒന്നുകൂടി സെർച്ച് ചെയ്യട്ടെ. അങ്ങനെയാണ് ഞാൻ അടുത്ത ദിവസം പ്രൂഫ് ഉണ്ടെങ്കിൽ ഞാൻ പ്രൂഫ് എടുത്തോളാം. എ വെക്ടറാണ്, അപ്പം ഉള്ള ആരോടാണ് ജിക്ക് മണിയുമുള്ള ആരോടാണ് സൈൻ ജി ടു സൈൻ തീറ്റ മൈനസ് മ്യൂ കോസ് തീറ്റ. ഇതിൽ ഈ മ്യൂ തന്നേക്കുന്നത് മ്യൂ സ്ലൈഡിങ് ആണ്. 3 തരത്തിലുള്ള മ്യൂ ഉണ്ടല്ലോ, പഠിച്ചു കഴിഞ്ഞു. കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, കോഎഫിഷ്യന്റ് ഓഫ് സ്ലൈഡിങ്, കോഎഫിഷ്യന്റ് ഓഫ് റോളിങ്. 3 ഫ്രിക്ഷൻ്റെ കോഎഫിഷ്യന്റ് ഉണ്ട്. ഈ ബോഡി ഈസിലി ഇറങ്ങി പോരും. കാരണം തീറ്റ തന്നേക്കുന്നത് എത്ര നമുക്ക് അറിയില്ല. അല്ല, തീറ്റ തന്നിട്ടില്ല. ആണെങ്കിൽ തീറ്റ തന്നിട്ടില്ല, ആംഗിൾ ഓഫ് റിപ്പോസ് തന്നിട്ടില്ല. പക്ഷെ ഒരു ആൽഫ തന്നിട്ടുണ്ട് 45. അത് എന്താന്ന് ക്വസ്റ്റ്യൻ ക്ലിയറാ. തന്നേക്കണം 45 ഡിഗ്രി എന്ന് പറയുന്നത് ജസ്റ്റ് നിറങ്ങാൻ വേണ്ടുന്ന ആംഗിളേക്കാൾ വലുതാന്ന് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തീറ്റാന്ന് പേരിടാഞ്ഞത്. തീറ്റാന്ന് പേരിട്ടത് ആംഗിൾ ഓഫ് റിപ്പോസിന്റെ മീനിങ് ആകും, കൃത്യം നിറങ്ങാൻ പറ്റിയ ആംഗിളോ. പക്ഷെ ആൽഫ എന്ന് പേരിടാൻ കാരണം വേറെ ഒന്ന് അറിയിക്കണം. അപ്പൊ ആൽഫ ഈക്വൽ 45 ഡിഗ്രി, ദാൻ 45 ഡിഗ്രി ഇസ് ഗ്രേറ്റർ ദാൻ മേ ബി ആംഗിൾ ഓഫ് റിപ്പോസ് 40 ആകാലും 38 ആകാലും 35 ആകാം, വിടണോ എത്രയാണെന്ന് നമുക്കറിയില്ല. അതറിയേണ്ട ആവശ്യമില്ല അവിടെ. അപ്പൊ നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. ഈ തീറ്റയായിട്ട് എടുക്കാൻ പോണത് 45 ഡിഗ്രിയാണ്, ആംഗിൾ ഓഫ് റിപ്പോസ് അല്ല. സൈൻ 45 എത്രയാ 1/√2, കോസ് 45 എത്രയാ 1/√2, 1/√2 ഇൻറ്റു 1.2 കൂടാതെ നെഗറ്റീവ് വരും കേട്ടോ. ഞാനൊന്ന് തിരുത്തിക്കോട്ടെ കേട്ടോ. നമ്മുടെ പ്രോബ്ലത്തിൽ ആ ഡാറ്റ ഒന്ന് തിരുത്തണം. ഞാൻ തന്ന ഡാറ്റ ഒത്തിരി തെറ്റിപ്പോയി. ഞാൻ ഒരു 0.7 എന്നാക്കാൻ പോകണം. മ്യൂ സ്ലൈഡിങ്ങും തിരുത്തിക്കോളൂ കേട്ടോ. മ്യൂ സ്ലൈഡിങ് 1.2 ഇട്ടാൽ ശരിയാവില്ല. ഉത്തരം നെഗറ്റീവ് വരാൻ പാടില്ല. അത് ഞാൻ ഉണ്ടാക്കിയ പ്രശ്നമാണ്. ഞാൻ ഉണ്ടാക്കിയെടുത്ത വാല്യൂയിലെ പ്രശ്നമാണ്. ഞാൻ തിരുത്തിയതാ ഇപ്പം തന്നെ. എഴുതി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ആ വാല്യൂ മാച്ച് ആവില്ല. നിങ്ങൾക്ക് മനസ്സിലാവൂക്കെ. മ്യൂ സ്ലൈഡിങ് 1.2 ഇട്ട് കളഞ്ഞിട്ട് 0.7 എന്നാക്കും. അപ്പം ഞാനിവിടെ ചെയ്യാൻ പോണ ഉത്തരം നോക്കൂ. എ ഈക്വൽ ടു 9.8 വരെ 10 എടുത്തോളാൻ പറയുന്നത് ക്വസ്റ്റില്. 10 ഇൻറ്റു സൈൻ ഓഫ് 45 ഡിഗ്രി മൈനസ് 0.7 എന്ന് പറഞ്ഞാൽ സ്ലൈഡ് ചെയ്യുമ്പോഴത്തെ ഫ്രിക്ഷൻ്റെ കോയഫിഷ്യൻ്റ് ആണ്. ഒരു ബോഡി നിറങ്ങിപ്പോരുമ്പോഴാണ് നിറങ്ങിപ്പോരുന്ന പ്രതലം ചരിവ് പ്രതലം. ബോഡിയുടെ ബേസും ഈ ചരിവ് പ്രതലത്തിൻ്റെ മുകൾ ഭാഗവും കൂടി കോണ്ടാക്റ്റിലിരിക്കുമ്പോൾ അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ട്. ആ ഫ്രിക്ഷനെ മറികടന്നിട്ട് വേണം നിറങ്ങിപ്പോരാൻ. ഫ്രിക്ഷനെ മറികടന്ന് നിറങ്ങിപ്പോന്നാലും ഫ്രിക്ഷൻ ഉണ്ട്, സ്ലൈഡിങ് ഫ്രിക്ഷൻ. ഉരുണ്ട് പോരുമ്പോഴും ഫ്രിക്ഷൻ ഉണ്ട്, റോളിങ് ഫ്രിക്ഷൻ. ജസ്റ്റ് ആ നിറങ്ങാൻ വേണ്ടുന്ന ജസ്റ്റ് നിറങ്ങുന്ന കേസിലുള്ള ഫ്രിക്ഷൻ്റെ പേരാണ് സ്റ്റാറ്റിക്. ആ സ്റ്റാറ്റിക്കിൻ്റെ പരമാവധി വാല്യൂ അതിന് വേറെ പേരുണ്ട്, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ പരമാവധി എന്ന് വെച്ചാൽ അതിൻ്റെ മാക്സിമം വാല്യൂ, അതാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക്കും ലിമിറ്റിങ്ങും വ്യത്യാസമുണ്ട് കേട്ടോ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ 1 ന്യൂട്ടണിൽ നിറങ്ങിപ്പോരുന്നില്ല, 2 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു നിറങ്ങുന്നില്ല, 3 ന്യൂട്ടൺ കൊടുത്തു നിറങ്ങിപ്പോരുന്നില്ല, 4 ന്യൂട്ടൺ അപ്ലൈ ചെയ്തു ഒരു ബോഡിയിൽ സ്ലൈഡ് ചെയ്യുന്നില്ല, 5 ന്യൂട്ടൺ ഫോഴ്സ് കിട്ടിയ ഒരു ബോഡിയിൽ നിറങ്ങുന്നുണ്ട് കൃത്യം. ആ ക്രിട്ടിക്കൽ കേസിലാണ് നമ്മൾ ലിമിറ്റിംഗ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത്. അതിന് മുമ്പുള്ള കേസൊക്കെ സ്റ്റാറ്റിക് എന്ന് തന്നെ പറഞ്ഞുള്ളൂ. അപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ പരമാവധി വിലയാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അത് കഴിഞ്ഞ് നിരങ്ങിക്കൊണ്ടേ ഇരിക്കുമ്പോഴും ഫ്രിക്ഷൻ ഉണ്ട്. ഒരു ബോഡി നിരങ്ങി നീങ്ങിക്കൊണ്ടേ ഇരിക്കുമ്പോഴും ആ ബോഡിയും ആ പ്രതലവും തമ്മിൽ ഫ്രിക്ഷൻ ഉണ്ട്. എന്താ? സ്ലൈഡിങ് ഫ്രിക്ഷൻ. അത് കുറവാന്ന് മാത്രം. റോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഫ്രിക്ഷൻ ഉണ്ട്, പിന്നെയും കുറവാന്ന് മാത്രം. ഇപ്പോൾ 3 കോയഫിഷ്യൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോയഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, അതിൻ്റെ പരമാവധി വില, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ്റെ കോയഫിഷ്യൻ്റ്, പിന്നെ അതിനൊക്കെ കുറവായിരിക്കും സ്ലൈഡിങ് ഫ്രിക്ഷൻ്റെ കോയഫിഷ്യൻ്റ്. മ്യൂ എന്നൊക്കെ തന്നെ ഇടാം. അതിന് കുറവായിരിക്കും ഏറ്റവും കുറവ് റോളിംഗ് ഫ്രിക്ഷൻ്റെ കോയഫിഷ്യൻ്റ്. തിരിച്ചറിയാനാണ് സ്ലൈഡിംഗ് അവിടെ ചേർത്തത്. വെറുതെ മ്യൂ എന്ന് എഴുതാണ്ട് മ്യൂ സ്ലൈഡിംഗ് ഇട്ട് കഴിഞ്ഞാൽ സംഭവം ക്ലിയർ ആയി. നിരങ്ങി പോരുമ്പോഴത്തെ ഫ്രിക്ഷൻ എന്താണോ അപ്പോഴത്തെ ആ ഫ്രിക്ഷനുമായി ബന്ധപ്പെടുത്തി പറയുന്ന കോയഫിഷ്യൻ്റാണ് മ്യൂ സ്ലൈഡിംഗ്. നമ്മളത് തിരുത്തി വാല്യൂ 0.7 1.2 ഇട്ടാൽ ശരിയാവില്ല. അതാണ് കോസ് 45 എത്രയാ 1/√2. ഇപ്പോഴേ പോസിറ്റീവ് സംഖ്യ വരുള്ളേ. കോസ് 45 തന്നെ ആദ്യം എഴുതട്ടെ. കോസ് 45 എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കോസ് ഓഫ് 45 എന്നിട്ട് വില അവിടെ ആരോപിക്കുക. അപ്പം ഞാൻ ഈ ഭാഗം ഇതിനെ നമുക്ക് ആവശ്യമില്ല, നമുക്ക് ഇവിടെ ഒന്ന് എഴുതാം. അപ്പോൾ സൈൻ 45 കോസ് 45 1/√2 ആണ്.
എയുടെ ഉത്തരം കിട്ടാൻ പോണു. സെക്കൻഡ് പാർട്ട് 10 ഇൻറ്റു സൈൻ 45ൻ്റെ വില 1/√2 മൈനസ് 0.7 ഇൻറ്റു ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വാല്യൂ എന്തുകൊണ്ടാണ് തിരുത്തിയെന്ന്. 1/√2 cos 45ൻ്റെ വില 1/√2 ആണ്. സൈൻ 45 1/√2. ഇവിടെ തന്നേക്കണ ആംഗിള് ലിമിറ്റിംഗ് ആ ആംഗിൾ ഓഫ് റിപ്പോസ് ഇവിടെ തരേണ്ട ആവശ്യമില്ല. ആംഗിൾ ഓഫ് റിപ്പോസിലും വലിയൊരു ആംഗിളിലാണ് സംഭവം ചരിഞ്ഞിരിക്കുന്ന ഒരു ചരിവ് പ്രതലം. അതിന് മുകളിലൊരു ബോഡി വെച്ചു. ഈസിലി നിറങ്ങിപ്പോരും. നിറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്രിക്ഷൻ ഉണ്ടോ? ഉണ്ട്. നിറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്രിക്ഷൻ്റെ കോയഫിഷ്യൻ്റ് പറയാൻ പറ്റുമോ? പറ്റും. അതാണ് എത്ര? 0.7. ഇവിടെ അന്ന് വാല്യൂ മാറ്റിയെന്ന് മനസ്സിലാവും നിങ്ങൾക്ക്. ഇവിടെ 1.2നെ √2 കൊണ്ട് ഗുണിച്ചാൽ 1/√2 കൊണ്ട് ഗുണിച്ചാൽ 1.2നെ 1/√2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഈ ടൈം ഇതിനേക്കാൾ വലുതായി വരും. അപ്പോൾ ബ്രാക്കറ്റ് നെഗറ്റീവായിട്ട് വരും. നമുക്ക് പറയാൻ പറ്റില്ല ഉത്തരം. അവിടെ വാല്യൂ ചെറുതാക്കിയത് 1 വെട്ടി കളഞ്ഞിട്ട് 0.7 എഴുതാൻ പറഞ്ഞതാണ്. വണ്ടി കുറഞ്ഞ വില ഏത് വണ്ടി ഇടാം, കുഴപ്പമില്ല. അപ്പോൾ 0.7 ഇൻറ്റു ഇത് വണ്ടി കുറവാണ്, വണ്ടി കുറവാണ് 0.7. 0.7നെ 1/√2 കൊണ്ട് ഗുണിച്ചു നോക്കിക്കോ. ഈ 1/√2 ചെറിയ ഉത്തരം കിട്ടും. ഈ വാല്യൂ ചെറുതാണ് ഇതിനേക്കാൾ. അപ്പോൾ എനിക്ക് പോസിറ്റീവായ ആൻസർ കിട്ടും. ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. സിമ്പിളിഫൈ ആലോ. 1/√2 1/1.414. √2 പുറത്തേക്ക് എടുത്തോ, അതല്ലേ എളുപ്പം. നമുക്ക് മാച്ചോട്ടെ. √2 പുറത്തേക്ക് എടുത്തോളൂ. √2 പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാലോ. √2 പുറത്തേക്ക് എടുത്താൽ ഡിനോമിനേറ്ററിൽ √2 പുറത്തേക്ക് മാറ്റാം. എഴുതാൻ പോകണം കേട്ടോ. a equal to 10 ഇൻറ്റു 1/√2. അത് പുറത്ത് വരട്ടെ. 1/√2 ബാക്കി ഒരു 1 ഉണ്ട്. ഈ 1 ഉണ്ട് മൈനസ് 0.7. 1 മൈനസ് 0.7. 1 മൈനസ് 0.7. 1 മൈനസ് 0.7 നമുക്ക് വർക്കൗട്ട് ചെയ്യാമല്ലോ. 1 മൈനസ് 0.7 0.3 കിട്ടും. അപ്പോൾ a ഈക്വൽ ടു 10/√2 ഇൻറ്റു 0.3. ഇത്രേ ഉള്ളൂ. പരിപാടി കഴിഞ്ഞു. കാൽക്കുലേഷൻ കഴിഞ്ഞു. a ഈക്വൽ ടു 10 ഇൻറ്റു 0.3 എത്രയാ? 3/√2. ഇതാണ് ഉത്തരം കേട്ടോ. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. √2യുടെ വിലയിട്ട് ഹരിക്കാം. 1.4114 എന്ന് പറഞ്ഞിട്ട് ആ √2യുടെ വില അവിടെ ഇടാം. അങ്ങനെ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് കൂടി ഇടണം. 3/1.414. ഇത് വർക്കൗട്ട് ചെയ്യാലോ. എത്ര ഉത്തരം കിട്ടും? ഉത്തരത്തിലേക്ക് വന്നില്ല കുഴപ്പമില്ല. ഇങ്ങനെ എഴുതിയാലും മതി. ഈ ഉത്തരം ഇങ്ങനെ എഴുതിയാലും മതി. ഇതാണ് ആൻസർ. ആക്സിലറേഷൻ. സ്ലൈഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തെ ഫ്രിക്ഷനോ കോഎഫിഷ്യൻ്റാണ് തരിക എങ്കിൽ നമുക്ക് ആംഗിൾ ഓഫ് റിപ്പോസിലും വലിയൊരു ആംഗിളാണ് തരുന്നതെങ്കിൽ നേരിട്ട് ഫോർമുല ഇടാം. നമ്മുടെ ഫോർമുല a = g ഇൻറ്റു സൈൻ തീറ്റ മൈനസ് മ്യൂ കോസ് തീറ്റ. അതല്ലേ ഫോർമുല? a = g പുറത്ത് ഇൻറ്റു സൈൻ ഓഫ് തീറ്റ മൈനസ് മ്യൂ കോസ് തീറ്റ. ആ തീറ്റ എന്ന ആംഗിൾ ആ തന്നേക്കണ ആംഗിൾ. അപ്പം മ്യൂ ഏതായിട്ട് എടുക്കണം? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ മ്യൂ അല്ല, സ്ലൈഡിങ് ഫ്രിക്ഷൻ്റെ മ്യൂ ആണ് എടുക്കുന്നത്. അതാണ് അത് തരാം. കംപ്ലീറ്റ് ചെയ്തോളൂ. അപ്പോൾ ഇങ്ങനെ എഴുതാം. given that inclination is 45 degree, which is greater than angle of repose, therefore the body will easily slide. ഇറങ്ങി പോരും. easily slide. Therefore a equal to g into sin theta minus mu into cos theta. പഴയ ഫോർമുല തന്നെ, പക്ഷെ ചെറിയ വ്യത്യാസം എന്ന് പറയണം. അത്രേ ഉള്ളൂ. ഈ മ്യൂ എന്താന്ന് പറയണം. ഹിയർ മ്യൂ ഈക്വൽ ടു മ്യൂ സ്ലൈഡിങ് അങ്ങനെ പറഞ്ഞാൽ സംഭവം കത്തി. ഈക്വൽ ടു 0.7. നമ്മൾ വാല്യൂ തിരുത്തി. a ഈക്വൽ ടു 10 ഇൻറ്റു സൈൻ 45 ഡിഗ്രി മൈനസ് 0.7 ഇൻറ്റു കോസ് 45 ഡിഗ്രി. ഇങ്ങനെ എഴുതണം. സിംപ്ലിഫൈ ചെയ്യാൻ പെട്ടെന്ന്. a is equal to 10 into 1/√2 minus 0.7 into 1/√2. 1/√2 പുറത്തേക്ക് എടുത്ത് സിംപ്ലിഫൈ. a equal to
10/√2. √2 പുറത്തേക്ക് വന്നു ഡിനോമിനേറ്ററിൽ. ബാക്കി അവിടെ പോയാൽ 1 ഉണ്ട്, എല്ലാം പോയി. 1 മൈനസ് എല്ലാം പോയാലും 1 അവിടെ ഉണ്ട്. 0.7 1 0.7 കൊടുത്താൽ 0.3 കിട്ടും. സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കും. എ വെക്ടറാണ് മുകളിൽ ആരോട്ട് കൊടുത്താൽ നല്ലത്. 10/√2 ഇൻറ്റു 0.7 അല്ല 0.3 സോറി 0.3. അപ്പോൾ 10 3/√2 ഇതാണ് ഉത്തരം. മീറ്റർ/സെക്കൻഡ് സ്ക്വയർ. സെക്കൻഡ് പാർട്ട് കഴിഞ്ഞു. എളുപ്പമല്ലേ?